ഈശോ മിശിഹായിൽ സ്നേഹം നിറഞ്ഞ പ്രിയ സഹോദരങ്ങളെ, ആദ്യമായി എല്ലാവർക്കും ഈശോയുടെ പിറവി തിരുനാളിൻ്റെ എല്ലാ മംഗളങ്ങളും പ്രാർത്ഥനകളും നേരുന്നു. പുൽക്കൂട്ടിലെ ഉണ്ണീശോ നൽകുന്ന സമാധാനവും ശാന്തിയും സന്തോഷവും സ്നേഹവും നമ്മുടെ ഹൃദയങ്ങളിൽ നിറയട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹം നിറഞ്ഞവരെ, കുറച്ച് നാളുകളായി പത്രങ്ങളിലും ദൃശ്യമാധ്യമങ്ങളിലും സമൂഹ മാധ്യമങ്ങളിലും നിറഞ്ഞു നിൽക്കുന്ന വാർത്തയാണല്ലോ മുനമ്പം വിഷയം. നീതി തേടി 600ഓളം കുടുംബങ്ങൾ സമരത്തിലാണ്. വില കൊടുത്തു വാങ്ങിയ സ്വന്തം ഭൂമിയിൽ അവർക്ക് യാതൊരു അവകാശവുമില്ല എന്ന നിലപാടിനെതിരെയാണ് സമരം. ചെറിയ പ്രതിഷേധമായി തുടങ്ങിയ സമരം പിന്നീട് സമര കൊടുങ്കാറ്റായി മാറി. കേരളത്തിലുള്ള പത്രങ്ങളും ചാനലുകളും സമൂഹ മാധ്യമങ്ങളുമെല്ലാം ആവേശത്തോടെ മുനമ്പം നിവാസികളുടെ സമരം ഏറ്റെടുക്കുന്ന കാഴ്ചയാണ് നാം പിന്നീട് കണ്ടത്. ബന്ധപ്പെട്ടവർ നിരവധി വാക്കുകളും വാഗ്ദാനങ്ങളും മുനമ്പത്തെ സാധാരണക്കാരായ ആളുകൾക്ക് കൊടുത്തുവെങ്കിലും അവരുടെ നിസ്സഹായാവസ്ഥയ്ക്ക് ഒരു കുറവും വന്നിട്ടില്ല. ഈ വർഷം അവർ ക്രിസ്തുമസ് ആഘോഷിക്കുന്നത് വലിയൊരു പ്രതിസന്ധിയുടെ നടുവിൽ നിന്നുകൊണ്ടാണ്. ഒരായുസ് മുഴുവൻ വിയർപ്പൊഴുക്കി അധ്വാനിച്ച് നേടിയെടുത്ത ഭൂമിയും വസ്തുവകകളും നഷ്ടപ്പെടുമോ എന്ന ഭയാശങ്കയിലാണ് നിസ്സഹായരായ ഒരുപറ്റം മനുഷ്യർ. മുൻപത്തെ സാധാരണക്കാരായ മനുഷ്യരെ പോലെ പ്രതിസന്ധിയുടെ നിസ്സഹായതയുടെ നടുവിൽ നിന്നുകൊണ്ട് ഈശോയുടെ പിറവി തിരുനാളിനെ സമീപിക്കുന്ന നിരവധി ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. നമ്മുടെ ഈ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി നമുക്കിന്ന് പ്രത്യേകം പ്രാർത്ഥിക്കാം. സ്നേഹം നിറഞ്ഞവരെ, ആദ്യത്തെ ക്രിസ്തുമസ് ആഘോഷിക്കപ്പെട്ടത് നിസ്സഹായ അവസ്ഥ തളം കെട്ടി നിന്ന അന്തരീക്ഷത്തിലാണ്. പരിമിതികളുടെയും പ്രതിസന്ധികളുടെയും നടുവിലായിരുന്നു ഈശോയുടെ ജനനം. ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 20 വരെയുള്ള തിരുവചനങ്ങൾ ഈ നിസ്സഹായ അവസ്ഥയെ വിവരിക്കുന്നുണ്ട്. ഉണ്ണീശോ അഭിമുഖീകരിച്ച ആദ്യത്തെ നിസ്സഹായ അവസ്ഥ അവന് ജനിക്കുവാനൊരിടം കിട്ടിയില്ല എന്നതാണ്. യൗസേപ്പും മറിയവും പേരെഴുതിക്കുവാനായി നസ്രത്തിൽ നിന്നും ബെത്ലഹേമിലേക്ക് പോയി എന്ന് ലൂക്കാ സുവിശേഷകൻ പറയുന്നുണ്ട്. ഏകദേശം 130 കിലോമീറ്റർ ആണ് നസ്രത്തിൽ നിന്നും ബെത്ലഹേമിലേക്കുള്ള ദൂരം. അന്നത്തെ കാലത്ത് ഏകദേശം 4-5 ദിവസം യാത്ര ചെയ്തിരുന്നിരിക്കണം അവർ ബെത്ലഹേമിലെത്തുവാൻ. ജോസഫിനോടൊപ്പം യാത്ര ചെയ്ത് ക്ഷീണിതയായി ബെത്ലഹേമിലെത്തിയ മറിയത്തിന് പ്രസവ സമയം അടുത്തു. തൻ്റെ ഭാര്യയ്ക്ക് പ്രസവിക്കുവാൻ ഒരിടം കണ്ടെത്തുവാൻ യൗസേപ്പ് പല വാതിലുകളിലും മുട്ടി. എന്നാൽ അവർക്കായി ഒരു വാതിലും തുറക്കപ്പെട്ടില്ല. വളരെ ദുഃഖകരമായ വേദനാജനകമായ അവസ്ഥയായിരുന്നു അത്. ഒരിടത്തും സ്ഥലം ലഭിക്കാതെ വന്നപ്പോൾ മറിയം ഉണ്ണീശോയെ ഒരു കാലിത്തൊഴുത്തിൽ പ്രസവിച്ച് അവനെ പിള്ളക്കച്ചകൾ കൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തി. അങ്ങനെ നിസ്സഹായ അവസ്ഥകളുടെയും കുറവുകളുടെയും നടുവിൽ ഉണ്ണീശോ പിറന്നു വീണു. പിള്ളക്കച്ചിയും പുൽത്തൊട്ടിയും നിസ്സഹായ അവസ്ഥയുടെ അടയാളങ്ങൾ ആണല്ലോ. സകല മഹിമ പ്രതാപവാനായ ദൈവപുത്രൻ തൻ്റെ സകല സ്വർഗീയ മഹിമകളും ഉപേക്ഷിച്ച് പരിമിതികളും കുറവുകളുമുള്ള നമ്മെ, നിസ്സഹായ അവസ്ഥയിൽ ജീവിക്കുന്ന നമ്മെ കൈപിടിച്ചുയർത്തുവാൻ, രക്ഷിക്കുവാൻ നിസ്സഹായ അവസ്ഥയെ ആശ്ലേഷിച്ച മഹാരഹസ്യമാണ് നാം ക്രിസ്തുമസ് ദിനത്തിൽ ആഘോഷിക്കുന്നത്. ദൈവം മനുഷ്യാവതാരം ചെയ്തതിൻ്റെ കാരണത്തെക്കുറിച്ച് വിശുദ്ധ അഗസ്തീനോസ് പരാമർശിക്കുന്നുണ്ട്. ഒരു കഥ പോലെ തന്നെയാണ് അദ്ദേഹം ഇതിനെക്കുറിച്ച് പറയുന്നത്. ഒരു ദിവസം പിതാവായ ദൈവം സാത്താനെ സമീപിച്ചു പറഞ്ഞു, നീ അടിമത്തത്തിൽ വച്ചിരിക്കുന്ന എൻ്റെ ജനത്തെ എനിക്ക് വിട്ടുതരണം. സാത്താൻ്റെ മറുപടി ഇപ്രകാരമായിരുന്നു, ബലഹീനരായ, കുറവുകളുള്ള, ഒന്നിനും കൊള്ളാത്ത നിന്റെ ജനത്തെ ഞാൻ നിനക്ക് വിട്ടുതരാം. പക്ഷേ നീ ഒരു വില നൽകണം. എന്തു വിലയാണ് നിനക്ക് വേണ്ടത് എന്ന് പിതാവായ ദൈവം സാത്താനോട് ചോദിച്ചു. സാത്താൻ പറഞ്ഞു, നിന്റെ ബലഹീനരായ ജനത്തെ മോചിപ്പിക്കണമെങ്കിൽ നിന്റെ ഏകജാതന്റെ വിയർപ്പ് കണങ്ങളും രക്തത്തുള്ളികളും എനിക്ക് വിലയായി നൽകണം. പിതാവായ ദൈവം സമ്മതിച്ചു. അങ്ങനെ തൻ്റെ പ്രിയപുത്രനെ അയച്ച് അവൻ്റെ വിയർപ്പ് കണങ്ങളിലൂടെ, രക്തത്തുള്ളികളിലൂടെ തൻ്റെ ജനത്തെ പിതാവായ ദൈവം സാത്താൻ്റെ അടിമത്തത്തിൽ നിന്നും വീണ്ടെടുത്തു എന്ന് വിശുദ്ധ അഗസ്തീനോസ് പറയുകയാണ്. അതുതന്നെയാണ് വിശുദ്ധ പൗലോസ് ശ്ലീഹായും നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ദൈവത്തിൻ്റെ രൂപത്തിൽ ആയിരുന്നുവെങ്കിലും
അവൻ ദൈവവുമായുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ തന്നെ തന്നെ ശൂന്യനാക്കിക്കൊണ്ട് ദാസന്റെ രൂപം സ്വീകരിച്ച് മനുഷ്യരുടെ സാദൃശ്യത്തിൽ ആയിത്തീർന്നു. ആകൃതിയിൽ മനുഷ്യനെ പോലെ കാണപ്പെട്ടു. മരണം വരെ അനുസരണമുള്ളവനായി തന്നെ തന്നെ താഴ്ത്തി. നിസ്സഹായനായ മനുഷ്യനെ രക്ഷിക്കുവാൻ നിസ്സഹായ അവസ്ഥയെ ദൈവം പുൽകിയ ഒരു മഹാരഹസ്യത്തിന്റെ ആഘോഷമാണ് ക്രിസ്തുമസ്. ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 20 വരെയുള്ള തിരുവചനങ്ങളിൽ നമുക്ക് ലഭിക്കുന്ന മറ്റൊരു സുപ്രധാന സന്ദേശമുണ്ട്. ആദ്യത്തെ ക്രിസ്തുമസ് ദിനത്തിൽ ദൈവപുത്രൻ ജനിച്ചു എന്ന സദ്വാർത്ത ആദ്യം അറിയിച്ചത് നിസ്സഹായ അവസ്ഥയിൽ ജീവിച്ചിരുന്ന, കുറവുകളും പരിമിതികളും ഉണ്ടായിരുന്ന, ബലഹീനരായിരുന്ന ഒരുപറ്റം ആട്ടിടയന്മാരോടായിരുന്നു. പകലന്തിയോളം പണിയെടുത്ത് ക്ഷീണിച്ച് പരിമിതമായ സൗകര്യങ്ങളിൽ ജീവിച്ച ആട്ടിടയന്മാർ, സാധാരണക്കാരിൽ സാധാരണക്കാരായ പാപം മനുഷ്യർക്ക് ദൈവം വെളിപ്പെട്ടു. അവർ തങ്ങൾ ശ്രമിച്ച സദ്വാർത്ത അനുസരിച്ച് ക്ഷീണം മറന്ന പ്രതിസന്ധികളെ കാര്യമാക്കാതെ അവർ ഓടി പിള്ളക്കച്ചയിൽ പൊതിയപ്പെട്ട് പുൽത്തൊട്ടിയിൽ കിടന്ന ഉണ്ണീശോയെ കണ്ടവർ അവനെ ആരാധിച്ചു. അവർ അവരുടെ രക്ഷകനെ കണ്ടെത്തി. നിസ്സഹായ അവസ്ഥയുടെയും ബലഹീനതയുടെയും കുറവുകളുടെയും ദാരിദ്ര്യത്തിൻ്റെയും പ്രതിസന്ധികളുടെയും ഒക്കെ പിറകിലാണ് ക്രിസ്തു യഥാർത്ഥത്തിൽ മറഞ്ഞിരിക്കുന്നത് എന്ന സത്യമാണ് നമുക്ക് വെളിപ്പെട്ട് കിട്ടുന്നത്. എവിടെയൊക്കെ നിസ്സഹായ അവസ്ഥയും കുറവുകളും പരിമിതികളും ഉണ്ടോ അവിടെയൊക്കെ ക്രിസ്തുവുമുണ്ട്. അതിൻ്റെയൊക്കെ പിറകിലുള്ള ക്രിസ്തുവിനെ തിരിച്ചറിയുവാനും കാണുവാനും പറ്റുന്നിടത്താണ് രക്ഷകനെ നമുക്ക് അനുഭവിക്കുവാനായിട്ട് സാധിക്കുക. രക്ഷ നമുക്ക് അനുഭവവേദ്യമായി തീരുക. ക്രിസ്തുമസ് ഒരു അർത്ഥവത്തായ ആഘോഷമായി തീരുന്നത്. ക്രിസ്തു ജനിച്ചു എന്നറിഞ്ഞതുകൊണ്ട് മാത്രം ക്രിസ്തുമസ് ആഘോഷമാകുന്നില്ല. അട്ടിടയന്മാരെ പോലെ അവനെ നമ്മൾ നമ്മുടെ നിസ്സഹായ അവസ്ഥകളിൽ, പരിമിതികളിൽ, കുറവുകളിൽ കണ്ടെത്തുമ്പോൾ മാത്രമേ ക്രിസ്തുമസ് അർത്ഥവത്തായി തീരുകയും ആഘോഷമായി തീരുകയും ചെയ്യുകയുള്ളൂ. ഈ വർഷം ഈശോയുടെ പിറവി തിരുനാൾ ആഘോഷിക്കുമ്പോൾ 2 കാര്യങ്ങൾ നമുക്ക് മനസ്സിൽ സൂക്ഷിക്കാം. ഒന്നാമതായി, നമ്മുടെ നിസ്സഹായ അവസ്ഥകളിൽ നമ്മെ കൈപിടിച്ചുയർത്തുവാൻ, ബലപ്പെടുത്തുവാൻ, രക്ഷിക്കുവാൻ നിസ്സഹായ അവസ്ഥയെ ആശ്ലേഷിച്ചവനാണ് നമ്മുടെ ദൈവം എന്ന ഉത്തമ ബോധ്യം. ഈ ബോധ്യത്തിൽ വളരുവാനായാൽ പ്രതിസന്ധികളിലും നിസ്സഹായ അവസ്ഥകളിലും നാം തളരുകയില്ല. അതുപോലെ തന്നെ നമ്മൾ ആരെയും നിസ്സഹായ അവസ്ഥയിലേക്ക്, പ്രതിസന്ധികളിലേക്ക്, പ്രയാസങ്ങളിലേക്ക് തള്ളിവിടുകയില്ല. നമ്മൾ ആർക്കും നീതി നിഷേധിക്കുകയില്ല. ആദ്യ ക്രിസ്തുമസ് ദിനത്തിൽ ഉണ്ണീശോയ്ക്ക് ജനിക്കുവാൻ വേണ്ടി ഒരു വാതിലും തുറക്കപ്പെട്ടില്ല. എല്ലാ വാതിലുകളും അടയ്ക്കപ്പെട്ടു. അത് ഇനിയും നമ്മളിലൂടെ തുടരേണ്ടതിൻ്റെ ആവശ്യമില്ല. നമ്മുടെ ഹൃദയവാതിലുകൾ ഈശോയ്ക്ക് വേണ്ടി തുറന്നിടാം. രണ്ടാമതായി, അട്ടിടയന്മാരെ പോലെ നിസ്സഹായാവസ്ഥകളുടെയും പരിമിതികളുടെയും ഒറ്റപ്പെടുത്തലിൻ്റെയും തിരസ്കരണത്തിൻ്റെയും നീതി നിഷേധത്തിൻ്റെയും ഒക്കെ നടുവിൽ നിൽക്കുമ്പോൾ നാം ഒറ്റയ്ക്കല്ല എന്ന ബോധ്യം. വിശുദ്ധ യോഹന്നാൻ പറയുന്നുണ്ട്, വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു എന്ന്. ദൈവം ഭൂജാതനായത് നമ്മെ വിട്ടു പോകുവാനല്ല, നമ്മോടൊപ്പം ആയിരിക്കുവാനാണ്. ഇമ്മാനുവേലായി അവൻ കൂടെയുണ്ട് എന്ന ഉത്തമ വിശ്വാസമാണ് നമുക്കുണ്ടാകേണ്ടത്. വിപരീത സാഹചര്യങ്ങളിൽ പോലും അവനെ കണ്ടെത്തുന്നതാണ് നമ്മുടെ ക്രിസ്തുമസ് ആഘോഷത്തിൻ്റെ യഥാർത്ഥ കാരണം എന്ന തിരിച്ചറിവാണ് നമുക്കുണ്ടാകേണ്ടത്. ഒരിക്കൽ കൂടി എല്ലാവർക്കും ക്രിസ്തുമസിൻ്റെ മംഗളാശംസകൾ നേരുന്നു. പുൽക്കൂട്ടിലെ ഉണ്ണീശോ നമ്മുടെ ഹൃദയങ്ങളിൽ വന്ന് നിറയട്ടെ, നമ്മളെ നയിക്കട്ടെ, ബലപ്പെടുത്തട്ടെ, ശക്തിപ്പെടുത്തട്ടെ.